മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന അതേ ചൊല്ലോടുകൂടി തന്നെ കേരളത്തിലെ ജനത ഒന്നടങ്കം അതല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം ഓണം ആഘോഷിക്കാറുണ്ട്. അതിന് സംസ്ഥാന അതിർത്തികളോ രാജ്യാതിർത്തികളോ ലോകാതിർത്തികളോ ഒന്നും നോക്കാറില്ല. ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിലാണെങ്കിലും ജാതിമത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നവരാണ് കേരളത്തിലെ പൊതുവെയുള്ള മലയാളികൾ. ഈ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി പറഞ്ഞാൽ ഈ ദുരന്ത പശ്ചാത്തലത്തിൽ, വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം കേരള ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ അത് താൽക്കാലികമായി ആഘോഷങ്ങൾ വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന് അർഹമായ വിഹിതം പോലും തടഞ്ഞു വയ്ക്കുന്ന കേരള ദ്രോഹം തുടരുകയാണ് കേന്ദ്രത്തിൻ്റെ സർക്കാർ. ഓരോ ഘട്ടത്തിലും കേരളത്തെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാമെന്നുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് അമിത്ഷാ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള സർക്കാർ BJP സ്വീകരിച്ചു വരുന്നത്. വായ്പ എടുക്കാനുള്ള അനുമതി പത്രവും ഇതോടൊപ്പം തന്നെ നൽകാൻ ഇവർ തയ്യാറല്ല. ഇവർ ആനുകൂല്യം നൽകുന്നില്ല എന്നുള്ളത് പോട്ടെ, എന്നാൽ ഇതൊന്ന് കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള അനുമതി പത്രം പോലും നൽകാത്ത അവസ്ഥ. ക്ഷേമ പെൻഷനും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾക്കും വിലക്കയറ്റം നിയന്ത്രിക്കാനുമുള്ള വിപണിയിലെ ഇടപെടലിനും വൻ തുക സംസ്ഥാന സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി മലയാളികളുടെ ഓണാഘോഷത്തിന്റെ നിറം കെടുത്താനാണ് ഇപ്പോൾ മോദിയും സംഘവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്ക് പ്രകാരം ധനകമ്മീഷൻ അവാർഡും കേന്ദ്രാവിഷ്കൃത പദ്ധതി തുകയുമായി 3685 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക. നോക്കൂ, 3685 കോടി രൂപ. 15ാം ധനകമ്മീഷൻ ശുപാർശ പ്രകാരമുള്ളതിൽ 1273 കോടി രൂപ നിലവിൽ കുടിശ്ശികയാണ്. അതിനു പുറമെയാണിത്. ഹെൽത്ത് ഗ്രാൻഡ് 725.45 കോടിയും തദ്ദേശ സ്വയംഭരണ ഗ്രാൻഡ് സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് 513.64 കോടിയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 34.7 കോടി രൂപയുമാണ്. ഇങ്ങനെയുള്ള 3685 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതവും ഇതോടൊപ്പം തന്നെ പിടിച്ചു വച്ചിട്ടുണ്ട്. പദ്ധതി മുടങ്ങാതിരിക്കാൻ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂട്ടി മുടക്കിയാലും ആ തുകയും നൽകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കിട്ടാനുള്ളതാകട്ടെ 1662 കോടി രൂപയാണ്. കോളേജ് അധ്യാപകർക്ക് അതുപോലെ തന്നെ UGC നിരക്കിൽ ശമ്പള പരിഷ്കാരം നടപ്പാക്കിയ വകയിലുള്ള 750 കോടിയുടെ ഗ്രാൻഡും ഇനിയും അനുവദിച്ചിട്ടില്ല. വായ്പ എടുക്കാൻ അനുമതി പത്രം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നിരവധി തവണ കേന്ദ്ര ധനമന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലടക്കം ആവശ്യപ്പെട്ടിരുന്നു. ജൂലൈ 22-ന് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തിയെങ്കിലും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന യാതൊരുവിധ സാഹചര്യവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലും ക്ഷേമ പദ്ധതികൾ മുടങ്ങാതെ ജനങ്ങൾക്ക് ആശ്വാസമേകാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. വയനാട് ദുരന്തം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും ഇപ്പോൾ നോക്കൂ, കേന്ദ്രം സഹായം അനുവദിക്കുകയോ നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് നയിക്കുകയാണ് കേരള സർക്കാർ. ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെ വൻ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതിനു പുറമെയാണ് ഓണത്തിൻ്റെ ചെലവുകൾ. ഇതിനിടയിലും ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണത്തിന് മുമ്പ് 2 ഗഡു കൂടി നൽകുമെന്ന് കേരള സർക്കാർ വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഈ ഘട്ടത്തിലെല്ലാം കേരളത്തെ പരമാവധി പിഴിഞ്ഞ് ഉപദ്രവിക്കാനുള്ള ഗൂഢ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പെരുമാറ്റത്തിനും ഇടപെടലിനുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്.